പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൺ L5290 എന്ന പ്രിൻ്ററിൻ്റെ വയർലെസ് സെറ്റപ്പ് എങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ പ്രിൻ്റർ ആദ്യം വൈഫൈ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കാണുന്ന വൈഫൈ എന്ന് കണ്ടില്ലേ, അത് സെലക്ട് ചെയ്യുക. രണ്ടാമത് വൈഫൈ ഡയറക്റ്റ് ഉണ്ട്, അതിൽ ഫസ്റ്റ് കാണുന്ന വൈഫൈ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രൊസീഡ് എന്ന് കൊടുക്കുന്നു. അതിൽ വൈഫൈ സെറ്റപ്പ് വിസാർഡ് എന്ന് കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ അത് ജസ്റ്റ് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി നമ്മൾ പ്രിൻ്റർ ജസ്റ്റ് അവിടെ അടുത്തുള്ള വൈഫൈ റേഞ്ചസ് ആണ് ഏതൊക്കെയെന്നുള്ളത് സെർച്ച് ചെയ്താണ് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അതിൽ നമ്മുടെ വൈഫൈ ഏതാ അത് ജസ്റ്റ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ റേഞ്ചസുകളെല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അതിൽ നമ്മുടെ വൈഫൈ ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് ആ വൈഫൈ റൗട്ടറിൻ്റെ പാസ്വേഡാണ്. ഞാൻ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി പ്രിൻ്റർ ആ വൈഫൈ റൗട്ടറിലേക്ക് കണക്റ്റ് ആവുന്നതാണ്. കുറച്ച് നേരം ചെറിയൊരു പ്രോസസ്സിങ് ഉണ്ടാവും. ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റപ്പ് കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വരും. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റപ്പ് കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വന്നു. അപ്പോൾ നമ്മൾ പ്രിൻ്റർ ഇപ്പോൾ വൈഫൈ റൗട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഏതാണോ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ നാവി സെറ്റപ്പ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് വൈഫൈ റൗട്ടറിലേക്കാണോ പ്രിൻ്റർ കണക്ട് ചെയ്ത് ആ സെയിം വൈഫൈ റൗട്ടർ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ എപ്സൺ നാവി സെറ്റപ്പ് സെർച്ച് ചെയ്ത് അവിടെ ഫസ്റ്റ് കാണുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമുക്ക് സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നമ്മളെ പ്രിൻ്ററിൻ്റെ മോഡൽ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ജസ്റ്റ് L5290 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ താഴോട്ട് വരിക. അതേപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നിങ്ങൾക്ക് വിൻഡോസ് വെർഷനാണോ മാക് വെർഷൻ ഏതാ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴോട്ട് നീക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ വീണ്ടും താഴോട്ട് വരിക. താഴോട്ട് വരുന്ന സമയത്ത് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാളർ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്രിൻ്റർ കണക്ട് ചെയ്ത് അതേ സെയിം വൈഫൈ റൗട്ടറിൽ തന്നെ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഏതാണോ അത് കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാളർ ഓപ്പണായി വന്നിട്ടുണ്ട്. അത് ആദ്യം ഒരു അപ്ഡേറ്റിംഗ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഓപ്പണായി വരികയുള്ളൂ. അപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള നെറ്റ് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് അഡീഷണൽ എഗ്രിമെൻറ്റ് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യുകയാണെങ്കിൽ ടിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സിസ്റ്റം ചെക്കിംഗ് സിസ്റ്റം എന്നുള്ളൊരു മെസ്സേജ് വരുന്നതാണ്. അത് ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഐ ഹാവ് ഫിനിഷിംഗ് ഫില്ലിംഗ് എന്നുള്ളത് ജസ്റ്റ് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡിങ് ആവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയതിന് ശേഷം പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവസാന ഭാഗത്തുന്ന സമയത്ത് കണക്ഷൻ മെത്തേഡ് ചോദിക്കും. യെസ്, ഇവിടെ കണക്ഷൻ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷൻ എത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. നമ്മുടെ പ്രിൻ്റർ ഓൾറെഡി വൈഫൈ റൗട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിൻ്റർ ഫൗണ്ട് ചെയ്തിരിക്കണമെന്നുള്ളൊരു മെസ്സേജ് വരും. യെസ്, കണ്ടില്ല, ഇതേപോലൊരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ആ പ്രിൻ്റർ ജസ്റ്റ് സെലക്ട് ചെയ്യുക.
അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം വൈഫൈ റൗട്ടറിൽ തന്നെ പ്രിൻ്റർ കണക്ട് ചെയ്ത സെയിം വൈഫൈ റൗട്ടറിൽ തന്നെ നമ്മൾ കമ്പ്യൂട്ടറും കണക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ മെസ്സേജ് വരികയുള്ളൂ. എന്നിട്ട് ആ പ്രിൻ്റർ സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അത് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ സെറ്റപ്പ് പ്രോഗ്രസ്സിലേക്ക് പോകുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരും, അല്ലെങ്കിൽ ടെസ്റ്റ് ബാച്ച് പ്രിൻ്റ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു പോർഷൻ എത്തുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇവിടെ എറർ മെസ്സേജ് വരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നെക്സ്റ്റ് മുന്നോട്ട് പോകുന്നതാണ്. മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വേറെ അഡീഷണൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒന്നും വേണമെന്നുണ്ടെങ്കിൽ സ്കാനർ യൂട്ടിലിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ മോഡത്തിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ USB കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് അൺടിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആവുന്നതാണ്. യെസ്, ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫയംവെയർ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ജസ്റ്റ് സ്കിപ്പ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വയർലെസ് ത്രൂ ആയിട്ട് സ്കാനിങ് പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതേപോലെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.